നല്ല സൂപ്പർ സാധനമാണ്. ഇതെല്ലാവരും വെച്ച് നോക്കണം, കഴിക്കണം, കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കണം കേട്ടോ. അച്ഛാ വാഴക്കൊല പായസം, ശർക്കര ഉണ്ട്. നമ്മൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശർക്കരയും കപ്പലണ്ടിയും കുറെ നെയ്യും ഉണ്ട്, ഒരേത്തക്കൊലയുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് നല്ല കിടലിന് ഒരു പായസം അടിക്കാൻ പോവാണ്. അപ്പൊ പാക വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഏത്തക്ക ഓരോന്നായിട്ട് എടുത്തിട്ട് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. കഷ്ണങ്ങളാക്കി എടുക്കുക. പറിച്ചോ ഏത്തക്ക പറിച്ചോ. അപ്പോൾ നമ്മൾ ഏത്തക്ക ഓരോന്നോരോന്നായിട്ട്, ഏത്തക്ക പറിക്കുന്ന ആള് കഴിക്കരുത്. ഒടുക്കത്തെ കട്ടി കേട്ടോ ഇതിന്. സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയല്ലേ ഏത്തക്ക. നല്ല കൗണ്ടർ, ഭയങ്കര കൗണ്ടറിന്. ഇത് ഏത്തയാണ്, പഴമാണ്. അവൻ ഓർമ്മ വരുന്നത് തിന്നുന്നണ്ണ. നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളിതിനെ മുറുക്കിയാണ് ഗൈസ്. ഇങ്ങനെ കുഞ്ഞി പീസാക്കണം. കുനുകുനിയെ തന്നെ. അപ്പം നമ്മൾ 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമ്പു, ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ചുക്ക്. ഇതെല്ലാം നല്ലപോലെ ഇടിച്ചെടുക്കാൻ പോവാണ്. മുട്ടൻ ഇടി നടക്കാൻ പോവാണ്. ഇടിച്ചോ നല്ലപോലെ ഇടിച്ച് നല്ലപോലെ ചതഞ്ഞ് തരണം. കല്ലിടിച്ച് പൊട്ടിക്കരുത്. പായസത്തിനുള്ള പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. പാത്രം ചൂടായി, നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം. ചട്ടുവ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ ചട്ടുവ നിങ്ങളുടെ മടിയിരിക്കുന്നത്. ചട്ടുവ മടി വെച്ചിട്ടാണ് എന്നോട് അത് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഏത്തക്ക ഇട്ട് കൊടുക്കാൻ പോവാണ്. ഏത്തക്ക തട്ടി കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അതിനകത്ത് ഇട്ടില്ല. നല്ലപോലെ നമുക്ക് മൂത്ത് വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാം. അന്തുവേ കാരണം ചൂട്ട് വെച്ച് കൊടുത്തേ. അതങ്ങ് താഴെ വെക്കങ്ങ്. ഒരു ചെറുപ്പക്കാരനാ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്തോ ചെയ്യാൻ പറ്റും. ചൂട്ട് വെച്ചു. അപ്പോൾ നമ്മൾ ശർക്കര തട്ടി കൊടുക്കാൻ പോവാണ്. നമ്മുടെ ഏത്തക്ക വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. തട്ടിക്കൊടു. ശർക്കര ഒന്ന് ഇതിനകത്ത് കിടന്ന് മെൽറ്റാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളകി കൊടുക്കാം. കളറൊക്കെ മാറി വരട്ടെ. ഇളക്കി മതി ഒന്ന്. ഇളകുന്നുണ്ട് നന്നായിട്ട്. കൂടുതൽ ക്യാമറമാൻ ഒരു പാട്ട് പാടിക്കൊടുന്നു. ക്യാമറമാൻ 2 വരി വേണമെങ്കിൽ പാടാം. നിർബന്ധിച്ചു നീ പാടിക്കും. നീ എന്നെ നിർബന്ധിക്കണം. പക്ഷേ അപ്പം നാണോടാ. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റ് വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്ന് കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. മതി അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിടിച്ച ചുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന ചുക്കും നമ്മുടെ ഏലക്കയും ഗ്രാമ്പും ഞാനിടിച്ചെന്ന് പറ. ഞാനിടിച്ച ചുക്ക് കല്ലിൻ്റെ പകുതിയും കാണും. അങ്ങനെ ശകലം എടുത്ത് കയ്യിലെടുത്തില്ല. ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല. കുറച്ച് മതിയോ. ഗ്രാമ്പു ഏലക്കായും. ഈ സാധനം ഉണ്ടാക്കുമ്പോൾ ഗൾഫിൽ കിടക്കുന്ന ടിറ്റോയ്ക്കും ശ്രീരാജിനും വരെ മണം പോകണം. അതുപോലെ മണം വേണം. അപ്പോൾ കുറച്ച് വിടല്ലേ. ഗൾഫിൽ കിടക്കുന്ന ടിറ്റോയ്ക്കും ശ്രീരാജിനും വരെ മണം വരണം. ഇത് ടിറ്റോയ്ക്ക് വേണ്ടി.
ടിറ്റോയ്ക്ക്. ഇത് ടിറ്റോയ്ക്ക്, ദുബായി കിടക്കുന്ന ടിറ്റോയ്ക്ക് മണം വരാനാണത്. നീ കുവൈറ്റ് ഈ സൈഡ്. ഇത് കുവൈറ്റിൽ വെറുതെ വണ്ടിക്കകത്ത് ലേസ് തിന്നുന്ന ശ്രീരാജിന്. അപ്പോൾ രണ്ടുപേർക്കും രണ്ടുപേർക്കും. ഗോപിഷേട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഗോപിഷേട് പോകുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്. മീൻ കളിക്കുന്നത്. ഗോപിഷേടുള്ളപ്പോൾ മീൻ കളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ അല്ലാത്തപ്പോൾ മീൻ കളിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒഴിക്കാൻ പോവാണ്. മൊത്തം ഒഴിക്കണം. മൊത്തം ഒഴി. മണ്ടക്കോട്ടൊക്കെ ഒഴിക്കല്ലേ? അപ്പം പാല് ഒഴിക്കട്ടെ. ഒരു ശകലം പാല് പോലും കളയും. നാളികേരത്തിൻ്റെ പാലാണ്. നാളികേരത്തിൽ നിനക്ക് മതിയായില്ലടാ. കിസ്മിസും കപ്പലണ്ടി അവിടെ ഇട്ടു. ഭാര്യ വിതറുകയാണ്. ഗൈസ്. ഇതോടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പായസം റെഡിയാണ്, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കിയാൽ മതി. മൊത്തം ഇടങ്ങോട്ട്. പാത്രം ഉണ്ടല്ലോ. കൊള്ളാം. ഇവർക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പം കുഴച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് വേണം കുറേ ആളുകൾ കൊടുക്കാനുള്ളതാണ്. നമ്മുടെ പായസം എടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇലയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ പായസം ഒരുപാട് വെള്ളം പോലെ ആക്കിയില്ല, നല്ല കുറുക്കി എടുത്തേക്കുവാണ് നമ്മുടെ പായസം. അപ്പം കുറുക്കി ഇങ്ങനെ എടുത്താൽ മതി എന്നാണ് നമ്മുടെ പിള്ളേർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നല്ല പോലെ കുറുക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പായസം. 2 പപ്പടം, ഒരു പപ്പടം കൂടെ വെയ്. ആഹാ, രണ്ട് വേണ്ട. നമ്മുടെ പായസം കണ്ട അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അങ്ങോട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ വേണ്ട, കഴിച്ചു നോക്കാൻ പോവാണ്. അന്തു, ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം, അഭിപ്രായം പറയാം. എന്തോ സൂര്യ പോയെ? ഹെലികോപ്റ്റർ അങ്ങോട്ട് അങ്ങോട്ട് അതിലോട്ട് ഇട്ട് അങ്ങോട്ട് ഞേരണ്ട അങ്ങോട്ട്. ആഹാ, കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ്. കൊള്ളാം, സൂപ്പർ, അടിപൊളി. അടിപൊളി, നല്ല രുചിയുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് സൂപ്പറായിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്നാ? അടിപൊളി. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫുഡായത്, നല്ല അടിപൊളി. ഇതുപോലെ ഇനി നമുക്ക് സൈറ്റിലൊന്നും ഉണ്ടാക്കണം. എല്ലാവരും കൂടെ ഏത്തക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. വെറൈറ്റി സാധനമാണ്, നല്ലതാണ്. സൂപ്പർ പായസം, നല്ലതാണ്. നല്ല സൂപ്പർ സാധനമാണ്. ഇതെല്ലാവരും വെച്ച് നോക്കണം, കഴിക്കണം, കഴിഞ്ഞിട്ട് ലൈക്ക് അടിക്കണം കേട്ടോ. എല്ലാവരും കൂടെ ഞങ്ങളും ഇത് വെച്ച് കഴിക്കുന്നുണ്ട്. സൂപ്പർ സാധനമാണ്.